Hello my dear friends, welcome to Cypro. നിങ്ങൾ MSc Microbiology, MSc Biotechnology, MSc Environmental Science, MSc Chemistry അല്ലെങ്കിൽ Biochemistry, പിന്നെ Zoology, Botany, Life Scienceൻ്റെ ഏതെങ്കിലുമൊക്കെ സെക്ഷൻ പഠിച്ച ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ നേരത്തെ എക്സാമിനേഷൻ നടന്നത് 2023 അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 പേജസ് ഉള്ള, അതോ അതിൽ കൂടുതലോ അല്ലേ, ഏകദേശം അത്രയൊക്കെയുള്ള ഒരു സിലബസാണ്. വലിയ ഡീപ്പായിട്ടുള്ള ഒരു സിലബസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ഒക്കെ ചെയ്ത് നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ സൈപ്രോ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, നിങ്ങൾക്കതിന് ഡിഗ്രി മതിയാവും. ഓക്കെ, അപ്പോൾ MSc ഉള്ള സ്റ്റുഡൻസിന് രണ്ടിനും പഠിക്കാം. ഓക്കെ, ഡിഗ്രി മാത്രമുള്ള കുട്ടികൾക്ക് JSAക്ക് വേണ്ടി പഠിക്കാം, അതായത് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ ടെക്നിക് വെയർ mRNA ഈസ് സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, mRNAക്ക് ഏതാണ് ടെസ്റ്റ് ചെയ്യുന്നത്? mRNAക്ക് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. കാരണം എന്താ? RNAക്ക് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നോർത്തേൺ ബ്ലോട്ടിങ് അല്ലേ? ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ എഴുതും? വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീന് വേണ്ടിയിട്ട്, സദേൺ ബ്ലോട്ട് എന്ന് പറയുന്നത് DNA-ക്ക് വേണ്ടിയിട്ട്, ഈസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർത്തേൺ ബ്ലോട്ടിംഗ് എന്നുള്ളത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിക്കതും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ എക്സാമിനേഷനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഇനി വരാൻ പോണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കെയർ എടുത്ത് പഠിക്കണം, കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അല്ലേ, എത്രത്തോളം നിങ്ങൾക്ക് പോസിബിളാണ് അത്രത്തോളം ടെസ്റ്റ് സീരീസ് ചെയ്യണം. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ. 2 സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. എന്നിട്ട് അവർ ഓപ്ഷനിൽ എന്താ കൊടുത്തേക്കുന്നതെന്നും കൂടി ഒന്ന് ലിങ്ക് ചെയ്യണം. എന്താണ്? ബോത്ത് 1 and 2 ആർ കറക്റ്റ്, 3 മാത്രം കറക്റ്റ്, 1 ഈസ് കറക്റ്റ്, ബോത്ത് 1ഉം 3ഉം കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ആദ്യം കൊടുത്തേക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ആൻഡ് അതർ ട്രേസ് ഗ്യാസസ് ആർ നോൺ ആസ് ഗ്രീൻ ഗ്യാസസ്. അതായത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ശരിയാണല്ലോ. എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് നമ്മൾ പറയുന്നത്? എന്തൊക്കെയാണ്? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരാം, മീഥെയിൻ വരാം, പിന്നെ എന്താ നമുക്ക് വരുന്നത്? പിന്നെ നമ്മുടെ ക്ലോറിനേറ്റഡ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഫ്ലൂറിനേറ്റഡ് ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ നമ്മുടെ നൈട്രസ് ഓക്സൈഡ്സ് ഉണ്ട്, പിന്നെ വാട്ടർ വേപ്പറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൻസർ എന്താ വന്നേക്കുന്നത്? ആദ്യത്തത് കറക്റ്റാണ് അല്ലേ? നമുക്ക് ആദ്യം തന്നേക്കുന്നത് കറക്റ്റാണ്, 1 കറക്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും എയും ബിയും ഡിയിലും 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്തായാലും 2ഉം 3ഉം നമുക്ക് വായിച്ച് നോക്കണം അല്ലേ. റിലീസ് ഓഫ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ ഓക്സൈഡ് ഇൻ ടു എയർ കമ്പൈൻ വിത്ത് മോയ്സ്ചർ ആൻഡ് കോസ് ആസിഡ് റെയിൻ. ഓക്കെ, ആസിഡ് റെയിനിൽ മെയിൻ ആളുകൾ എന്ന് പറയുന്നത് സൾഫർ ഓക്സൈഡാണ്, പിന്നീട് നൈട്രജൻ ഓക്സൈഡ്സും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2ഉം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇനി 3rd വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. തന്നെ നമുക്കിവിടെ എഴുതാം. ഓക്കെ,
1 and 2 ആർ കറക്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനൊക്കെ സമയമില്ലാതെ നമ്മൾ ഓടുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു പോകാം. ഓക്കെ, ഇനി നമുക്ക് 3 നോക്കിക്കളയാം. എന്താണ്? ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഈസ് ഹൈഡ്രജൻ. അല്ല, എന്താണ്? ഓക്സിഡൈസിങ് ഏജൻസ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ വരുന്നത്. നമ്മുടെ ഓസോണൊക്കെ, ഓസോൺ, പാൻ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അത് നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ ആരൊക്കെയാണ് വരുന്നത്? ഓസോൺ വരുന്നുണ്ട്, പിന്നെ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് വരുന്നുണ്ട്, പിന്നെ നൈട്രിക് ഓക്സൈഡ്സ് വരുന്നുണ്ട്, പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നമുക്ക് ആൻസർ കിട്ടി അത് മാത്രം പോരാ, നമ്മളിവിടെ ഓപ്ഷനിൽ നോക്കി എടുത്തെഴുതാനുള്ള അതും കറക്റ്റ് ആക്കണം. മനസ്സിലായോ? ഇതൊക്കെ നോക്കി വന്ന് അപ്പുറത്ത് കൊണ്ട് എഴുതുമ്പോഴത്തേക്ക് 1 ആണോ 3 ആണോ എന്നൊക്കെ കാണാത്ത ആളുകളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ അറിയാനുണ്ടാവില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ റീൽസ് കുറച്ച് കാണുന്നവരായിരിക്കും, ഫോൺ അഡിക്ഷൻ കൂടുന്ന ടീംസ് ആയിരിക്കും അല്ലേ? അതായത് ചുറ്റും എന്താ നടക്കുന്നത്, നമ്മൾ ബുക്ക് റീഡിംഗ് ഒക്കെ കുറവായിരിക്കും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കൊരു അനലൈസ് ചെയ്യുന്ന പവർ നമ്മുടെ ബ്രെയിൻ്റെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് എഴുതിയേക്കണ പോലും ചിലപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്നിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട്, അതും നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മളെയും നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം റീഡ് ചെയ്യില്ല, ഓപ്ഷൻസ് മൊത്തം റീഡ് ചെയ്യില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മിനിമം ഒരു 2 to 3 മാർക്കൊക്കെ അങ്ങനെ ഒരു നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അറിയില്ലാണ്ടല്ല, നമ്മുടെ മിസ്റ്റേക്ക്. ഇനി അടുത്തത്, ചെർണോബൈൽ ഡിസാസ്റ്റർ ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഡാഷ് എവൻറ്റ് ഓൺ എന്തിലാണ്? ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എവൻറ്റ് സ്കെയിൽ. ഓക്കെ, അപ്പോൾ ചെർണോബൈൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ആക്സിഡൻ്റ് ആണ്. ഓക്കെ, ന്യൂക്ലിയർ ആക്സിഡൻറ്റ്. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അതായത് ഈ ന്യൂക്ലിയർ ആക്സിഡൻറ്റിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ലെവൽ ആദ്യം നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെർണോബൈൽ ഡിസാസ്റ്ററിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആൻസർ ഓടിപ്പോയി എഴുതുന്നത് ഓക്കെ ഇത് ലെവൽ 1, ഇത് ലെവൽ 1 ആയിരിക്കും അല്ലേ? അതാണ് പോയി എഴുതുന്നത്. പക്ഷേ എന്തായിരിക്കും ആൻസർ? ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ ആൾക്കാർ 7 ആണ്. ഓക്കെ, 7, 6, 5, 4, 3, 2, 1, 0 ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏതാണ്? ലെവൽ 7 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എങ്ങനെയാണ്? ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ റേഡിയോളജിക്കൽ എവൻറ്റ്സ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് INRE. ഓക്കെ, അതനുസരിച്ചാണ് ഓക്കെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ എൻവയോൺമെൻറ്റ് സയൻസിൽ നമുക്ക് കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ, അതായത് ചിലപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ചിലപ്പോൾ എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ബുക്സിലുണ്ടാവില്ല പഠിക്കാനായിട്ട്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബുക്സിലുണ്ടാവില്ല ഈ കാര്യം. കുറച്ച് നമുക്ക് ബേസിക്കായിട്ടുള്ള ജനറൽ നോളേജൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഏത് ഇയറിലാണ് ഇത് നടന്നത്? 1986. എവിടെയാണ് നടന്നത്? യുക്രൈനിലാണ് നടന്നത്. ഇതിൻ്റെ ഫിലിമുണ്ട്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമൊക്കെ ഉള്ളപ്പോഴത്തേക്കും കാണാം, കുറച്ച് ഐഡിയ ഒക്കെ കിട്ടും അല്ലേ? അതായത് നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കുകയില്ലല്ലോ. ചെർണോബൈൽ ഡിസാസ്റ്റർ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സമയമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മൂവിയൊക്കെ വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ട്. എന്താണ്? ഫുക്കുഷിമ ഡൈച്ചി ഡിസാസ്റ്റർ, അതിൻ്റെ ഫിലിം കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിന് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ആ ഒരു ഏരിയ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു 1-2 ക്വസ്റ്റ്യനൊക്കെ എന്തായാലും ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അത് പഠിച്ചോളണം. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് തെറ്റായിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം മയോഗ്ലോബിൻ ഈസ് എ മെറ്റാലോ പ്രോട്ടീൻ. ശരിയല്ലേ? ഇതിലെന്താ ഉള്ളത്? അയൺ ഉണ്ട് അല്ലേ? ഇനി എക്സ്ട്രാക്ഷൻ ഓഫ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് റിക്വയേഴ്സ് ഡിസൊല്യൂഷൻ ഓഫ് ദ മെംബ്രെയിൻ വിത്ത്
ഡിറ്റർജൻസ്. അങ്ങനെയാണല്ലോ നമുക്ക് മെംബ്രെയിൻ പ്രോട്ടീൻസിനെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അവരകത്താണ് അല്ലേ. നമ്മുടെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഒക്കെ എന്താണ്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമുക്കതിനെ മെംബ്രെയിനെ അല്ലേ പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, ഈ ഇൻ്റഗ്രൽ മെംബ്രെയിൻ. ഇനി പ്രോട്ടീൻ ഫോൾഡിങ് ഒക്വേഴ്സ് നോട്ട് സ്റ്റെപ്പ് വൈസ് ജനറലി. അങ്ങനെയാണോ? അല്ല, അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. എന്ത്, പ്രോട്ടീൻ ഫോൾഡിങ് അല്ലേ. ആദ്യം നമ്മുടെ മോളിക്കുലാർ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവർ വന്ന് റെക്കഗ്നൈസ് ചെയ്യും ആരെ, നമ്മുടെ പ്രോട്ടീനെ. നേസൻ്റ് ആയിട്ടുള്ള അല്ലേ പുതിയ പ്രോട്ടീൻസ് ഉണ്ടാവും, മിസ്ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാകും. അപ്പോൾ അൺഫോൾഡഡ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടാവും, പല പല കാറ്റഗറിയാണ്. അത് അവർ വന്ന് ബൈൻഡ് ചെയ്ത് പിന്നെയാണ് അവരെ പ്രോട്ടീൻ ഫോൾഡിങ് ഒക്കെ നടക്കുന്നത്. അത് കുറേ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു സ്റ്റെപ്പ് നടന്നു, അത് കഴിഞ്ഞ് അടുത്തത്, നമ്മളങ്ങനെയാണല്ലോ പഠിക്കുന്നത് നല്ല ഡയഗ്രത്തിലൂടെ. അപ്പോൾ പ്രോട്ടീൻ ഫോൾഡിങ് ഡസ് നോട്ട് എന്താണ് പറയുന്നത്, സ്റ്റെപ്പ് വൈസ് അല്ല അല്ലേ, ഒറ്റയടിക്ക് നടക്കുവാണ് അല്ലല്ലോ. ഓരോ കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായി, പ്രോപ്പറായിട്ട് നടക്കില്ല, നമുക്ക് വേറെ വല്ല അസുഖവും വരും. അപ്പോൾ പ്രോട്ടീൻ ഫോൾഡിങ്ങിൻ്റെ അല്ലേ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്, നമ്മൾ കണ്ടുപിടിച്ചു. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ മോളിക്കുലാർ ഡോക്കിംഗ് ഒന്ന് വായിക്കാം അല്ലേ. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റുള്ള ഏതാണ് അത് വേണം നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നോക്കാം. മോളിക്കുലാർ ഡോക്കിംഗ് പ്രോഗ്രാംസ് സ്റ്റിമുലേറ്റ് ദ ഇൻട്രാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് when a protein encounters a substrate inhibitor or the ligand. അതായത് പ്രോട്ടീനും ലിഗാൻഡും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ മോളിക്കുലാർ ഡോക്കിംഗ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടേഷണൽ ടൂളാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി, സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത്, ഹൂ പ്രപ്പോസ് ദ pH സ്കെയിൽ. ആരാണ്? സോറൻ. കറക്റ്റായിട്ട് നമുക്ക് മിക്കപ്പോഴും നമ്മൾ കുറച്ചധികം സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കണം. ഏതൊക്കെ സയൻറ്റിസ്റ്റ്, ചിലപ്പോൾ നമ്മൾ നൊബൽ പ്രൈസ് കിട്ടിയ ആളുകൾ ആ ഒരു സമയത്ത് എന്താണ്, അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്താ, pH നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ളതാണ്, അത് നമുക്ക് നോക്കാം. എന്താണ്? സോറനാണ് ഹൂ പ്രപ്പോസ് ദ pH സ്കെയിൽ. ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അച്ചീവ്ഡ് ത്രൂ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത് നിങ്ങൾ ആദ്യം എന്ത് എഴുതും, ഇറ്റ് കിൽസ് ഓൾ മൈക്രോബ്സ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ മിൽക്ക്. ഓക്കെ, അത് ശരിയാണെന്ന് ഓർക്കും അല്ലേ. നമുക്കത് നോക്കാം. ഇനി ഇറ്റ് സ്റ്റെറിലൈസസ് മിൽക്ക്, അത് നമ്മൾ ഓർക്കും. ശരിയാ, സ്റ്റെറിലൈസേഷൻ ആയിരിക്കുമല്ലോ. ഇറ്റ് കിൽ ഓൾ ബാക്ടീരിയൽ സ്പോർസ്. ഓക്കെ, അതും ചിലപ്പോൾ നടക്കുന്നുണ്ടാവും എന്ന് ഓർക്കും അല്ലേ. ഇനി അടുത്തത് ഡി, ഇറ്റ് കിൽസ് മൈക്രോബിയൽ പാത്തോജൻസ് ദാറ്റ് മൈറ്റ് ബി പ്രസൻറ്റ് ഇൻ മിൽക്ക്. അപ്പോൾ നമ്മൾ ഓർക്കും ഉണ്ടെങ്കിലല്ലേ ഇത് നമ്മൾ ഓർക്കും, അതല്ല എന്ന് ഓർക്കും. പക്ഷേ എന്താ ഇവിടെ ആൻസർ വരുന്നത്, ആദ്യം തന്നെ നമ്മൾ പാസ്ചറൈസേഷൻ എന്താണ്, പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഏതൊക്കെ തരത്തിലുള്ള പാസ്ചറൈസേഷൻ ഉണ്ട്, മിൽക്ക് സ്റ്റെറിലൈസേഷൻ എന്താണ്, അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, അതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പറയാം ഒരു 68 ഡിഗ്രി സെൽഷ്യസോ 71 ഡിഗ്രി സെൽഷ്യസിലോ ഒക്കെ അല്ലേ നമ്മൾ പാലിനെ അല്ലേ കുറച്ച് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ആ ഒരു ടെമ്പറേച്ചറിൽ, പാസ്ചറൈസേഷൻ. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയാൻ പറ്റുമോ? അല്ല, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്ക് സ്റ്റെറിലൈസേഷൻ വരുന്നത് നമുക്ക് എപ്പോഴും ഒരു 100 എബോവ് ആണ് അല്ലേ. നമുക്ക് ഒരു 115 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ മിൽക്ക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെറിലൈസ് ദ മിൽക്ക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് കിൽ ഓൾ മൈക്രോബ്സ് ദാറ്റ് പ്രസൻറ്റ് ഇൻ മിൽക്ക് അല്ലേ, അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും അല്ലേ, നിങ്ങൾ 99% അല്ലേ, അല്ലെങ്കിൽ 99.9% അത് ഓർത്തോളണം അല്ലേ. എല്ലാ മൈക്രോബ്സിനെയും കില്ല് ചെയ്യുന്നില്ല. അപ്പോൾ അല്ലേ, ഇത് എല്ലാ ബാക്ടീരിയനെയും കില്ല് ചെയ്യുന്നില്ല. ഇനി ഇറ്റ് കിൽ ഓൾ ബാക്ടീരിയൽ സ്പോർട്സ് കില്ലാവണമെങ്കിൽ എത്രയാണ്, അത് ഓട്ടോക്ലേവിങ് അല്ലേ, നല്ല ഹൈ ടെമ്പറേച്ചർ വേണം. അപ്പോൾ സ്പോർട്സിനെ കില്ലാകുന്നില്ല. എന്താണ് ഇവർ ചെയ്യുന്നത്, ഇറ്റ് കിൽസ് മൈക്രോബിയൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബിനെ കില്ല് ചെയ്യാനാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്നുള്ളൊരു ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ മിക്ക പാത്തോജൻസും മിൽക്കിൽ വരുന്ന അല്ലേ, സാധാരണ വരാൻ സാധ്യതയുള്ള പാത്തോജൻസൊക്കെ കില്ലായി പോകും. അപ്പോൾ ആൻസർ എന്താണ്, ഡി ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് തിങ്കിങ് കേപ്പബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കണം, നന്നായിട്ട് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്ത് കൂടെ എടുക്കണം. അപ്പോൾ രണ്ട് കാര്യം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആക്റ്റീവ് ആൻറ്റി മൈക്രോബിയൽ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ബ്ലീച്ചിങ് പൗഡർ? ഇത് ഡയറക്റ്റാണ്. എന്താ നമുക്കറിയാം, ഹൈപ്പോക്ലോറൈറ്റ് അല്ലേ? ഇത് ആൻസർ കറക്റ്റാണ്. അതിൽ നമുക്ക് കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹാർഡ് ചീസ്? നമുക്ക് ഈ ഫുഡ് മൈക്രോബയോളജി എന്നുള്ളത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമുക്ക് കുറച്ചൊരു ചെറിയ ഒറ്റ പാരഗ്രാഫ് ഉള്ളെങ്കിലും ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഹാർഡ് ചീസ് അല്ലാത്തത് ഏതൊക്കെയാണ്? റൊമാനോ എന്ന് പറയുന്നത് ഹാർഡ് ചീസാണ് അല്ലേ? പാർമഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് ചീസാണ്. ഗ്രൂയർ എന്ന് പറയുന്നത് എന്താണ്? അത് ഏകദേശം ഒരു ഹാർഡ് ചീസ് തന്നെ എന്ന് നമുക്ക് പറയാം. അതായത് സെമി തൊട്ട് അങ്ങോട്ട് ഹാർഡ് ചീസ് എന്ന് പറയാം. ഇനി ആൻസർ എന്താണ്? ക്യാമംബർട്ട്. ഇത് സോഫ്റ്റ് ചീസാണ്. ഓക്കെ, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസംസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പോയിലേജ് ഓഫ് ക്യാൻഡ് ഫുഡ്? ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്. നമ്മൾ പറയില്ലേ, എന്താ നമ്മൾ പറയുന്നത്? കീവേഡ്സ് അല്ലേ? ക്യാൻഡ് ഫുഡിൻ്റെ സ്പോയിലേജിൽ വരുന്നത്. ഓക്കെ, as they can withstand the canning process and cause bulging of cans and food spoilage. ഓക്കെ, അപ്പോൾ ക്യാൻഡ് ഫുഡിൽ വരുന്നത് ആരാണ്? ഇതിലൊറ്റ ആൻസർ ഇവിടെ കിടക്കുന്നുള്ളൂ. ആരാണ്? ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. ഓക്കെ, ബാക്കിയുള്ള ക്ലോസ്ട്രീഡിയം പെർഫറൻജസ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മൾ മീറ്റ് അല്ലേ? അതായത് ഓക്സിജനൊക്കെ ഇല്ലാത്തടത്ത് വളരുന്ന ആരാണ്? ക്ലോസ്ട്രീഡിയം പെർഫറൻജസ്. അവരകത്ത് വളരും. മീറ്റിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അൺകുക്ക്ഡ് ആയിട്ടൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അല്ലേ, ചിലപ്പോൾ അകം നന്നായിട്ട് വേകണം എന്നില്ല. ആ ഒരു സമയത്ത് ആരുണ്ടാവും? ക്ലോസ്ട്രീഡിയം പെർഫറൻജസിൻ്റെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി സ്യൂഡോമോണാസ് എയറോജിനോസ എന്ന് പറയുന്നത് എന്താണ്? അത് ക്യാൻഡ് ഫുഡിൽ വരുന്ന ആളല്ല. ഇനി ലാക്ടോബാസിലസ് അസിഡോഫിലസോ? അതും ക്യാൻഡ് ഫുഡിൽ വരുന്ന ആളല്ല. ഓക്കെ, ഇനി അടുത്ത ആൻസർ ഇവിടെ ഇനി ഇതിൽ കൊടുത്തേക്കുന്നതിൽ ആൻസർ എന്താ വരുന്നത്? ക്യാൻഡ് ഫുഡിൽ വരുന്നതിൻ്റെ അല്ലേ സ്പോയിലേജ് വരുത്തുന്ന ആളിൽ ഒരാളാണ് ആര്? ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. ഓക്കെ, പക്ഷേ നമ്മൾ നന്നായി പഠിച്ച ആളുകൾക്കറിയാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് അല്ല. കാരണം എന്താണ്? അത് ബൾജിങ് ഓഫ് ക്യാൻസ് കോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ബൾജിങ് ഓഫ് ക്യാൻസ് നടത്തുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ക്യാൻഡ് ഫുഡിൽ വരുന്നതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരായിരുന്നു ആൻസർ വരേണ്ടത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവരിവിടെ ആൻസർ വരേണ്ടത് ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലൈറ്റിക്ക ആയിരുന്നു ആൻസർ വരേണ്ടത്. ഓക്കെ, ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലൈറ്റിക്കമാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? കാരണം ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ഫ്ലാറ്റ് സവർ സ്പോയിലേജ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ആൻസർ വരേണ്ടത് ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലൈറ്റിക്കമാണ്. കാരണം ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ഫ്ലാറ്റ് സവർ സ്പോയിലേജ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലാറ്റ് സവർ സ്പോയിലേജ് ആണ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാരണം ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ബൾജിങ് ഓഫ് ക്യാൻസ് അവർ നടത്തുന്നില്ല. ഓക്കെ, ഫ്ലാറ്റ് ആയിരിക്കും അവരുടെ ക്യാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്യാൻഡ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ടിന്നിലടിച്ച് അല്ലേ കൊണ്ടുപോകുന്ന ഫുഡ്. അപ്പോൾ കൂടുതലും ഇത് ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ കൂടി ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാൻ്റെ ബൾജിങ് വരുന്നത് എവിടെയാണ്? നമ്മുടെ ആരായിരിക്കും? ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലൈറ്റിക്കം. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ആൻസറൊക്കെ ഇങ്ങനെ ആലോചിക്കാം. പക്ഷേ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നതിൽ പകുതി കറക്റ്റായിട്ടുള്ള ആളാരാണ്? ഓക്കെ, ബൾജിങ് വിട്ടു. എന്തായാലും നമ്മുടെ ക്ലോസ്ട്രീഡിയം പെർഫറൻജസും സ്യൂഡോമോണാസ് എയറോജിനോസയും ബാസിലസ് അസിഡോഫിലസും വരുന്നില്ല. അപ്പോൾ ആൻസർ ആരെ എഴുതണം? നിങ്ങൾ ബാസിലസ് സ്റ്റീറോതെർമോഫിലസിനെ എഴുതിയിട്ട് ഇങ്ങ് പോന്നോളണം അല്ലേ? നമുക്ക് അവിടെ പോയിട്ട് തെർമോസക്കാരോലൈറ്റിക്കം ആണെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാനുള്ള അല്ലേ അതിനുള്ള കാര്യങ്ങൾ അതൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നേക്കുന്നതിൽ നിന്ന് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന കൂട്ട് നമ്മൾ ഈ ഡി എഴുതി അവിടെ പോന്നോളണം നമ്മൾ.
സന്തോഷമായിട്ട്. നമുക്കറിയാം അതല്ല ആൻസർ എന്ന്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ടാൾക്ക് അത് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചോളണം. ഓപ്ഷനിൽ ക്ലോസ്ട്രീഡിയം തെർമോസെക്കാരോലൈറ്റിക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കണ്ണടച്ച് ക്ലോസ്ട്രീഡിയം തെർമോസെക്കാരോലൈറ്റിക്കം ആൻസർ എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ ആൻസർ കീയും അവർ ഡി തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, മിൽക്ക് സെർവ് ആസ് ആൻ എക്സലൻറ്റ് സബ്സ്ട്രേറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ്. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ, അല്ലേ? ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഓർക്ക്. അപ്പോൾ ഈ കോളൈ നമുക്ക് കേട്ടിട്ടുണ്ട്, കോസസ് ഫീക്കൽ ഫ്ലേവർ ഓൺ മിൽക്ക്. അപ്പോൾ നമുക്ക് എന്താണ് 3 എന്ന് പറയുന്നത് സി, അല്ലേ? അത് ഏതിലാണ് വന്നേക്കുന്നത്? ഓക്കെ, ഈ 2 ഏരിയയിലും 3C വന്നിട്ടുണ്ട്, ബാക്കി അല്ലേ ബി ആണ്. അപ്പോൾ നമുക്ക് ബിയും ഡിയും കളഞ്ഞു. ഇനി നമ്മൾ എന്താ നിങ്ങൾക്ക് അറിയാവുന്നത് നോക്കിയേ. നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂഡോമോണാസിനെ പറ്റി അറിയായിരിക്കും. എന്താണ് സൈക്രോട്രോഫിക്, അല്ലേ? അതായത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കണ്ടാമിനേഷൻ വരുത്തുന്ന ആൾക്കാർ, സ്യൂഡോമോണാസ്. അപ്പോൾ അവരൊരു നമുക്ക് പറയാം ഒരു 4 to 7 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 3 to 7 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്താ ഓക്കെ, ക്യാൻ ഗ്രോ ഓൺ റെഫ്രിജറേറ്റഡ് മിൽക്ക്. കറക്റ്റാണ്. അപ്പോൾ 4 എന്താണ്? ഡി ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തെഴുതാം? എ ആണ് ആൻസർ എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിസിനെ പറ്റി അറിയാം. അതായത് നമ്മുടെ ഫെർമെൻറ്റഡ് ഡയറി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾ. നമ്മളിപ്പോൾ എന്താ വിളിക്കുന്നത്? ലാക്ടോകോക്കസ് ലാക്റ്റിസ്. എന്താണ്? കോസസ് മിൽക്ക് ടു സവർ. അപ്പോൾ 5 എന്ന് പറയുന്നത് ഇ. അത് നോക്കുവാണെങ്കിൽ നമുക്ക് എ തന്നെ ആൻസർ വന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് ഇൻ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ബാക്ടീരിയയാണ് എന്ത്? സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. അപ്പോൾ പശുവിനെ കറക്കുന്ന ആ ഒരു സമയത്തൊക്കെ കണ്ടാമിനേഷനായിട്ട് അതിൻ്റെ ബോഡിയിട്ട് കയറുന്നുണ്ട്, അല്ലേ? ആര്? സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. എന്നിട്ട് അവർക്ക് എന്ത് അസുഖം വരുത്തും? സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് വരുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൗസിൻ്റെ ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിൽ എന്തുണ്ടാകും? സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. ഓക്കെ, അതിൻ്റെ പിന്നെ പാസ്ചറൈസേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് കില്ലായി പോകുമല്ലോ. ഓക്കെ, ഇനി അസിനറ്റോബാക്ടർ ജോൺസോണി എന്താണ് ചെയ്യുന്നത്? മിൽക്കിൽ ഒരു വിസ്കസ് സ്ലൈം ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ആൻസർ എങ്ങനെ വന്നാലും എന്താണ്? എ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് മിൽക്ക് മൈക്രോബയോളജി എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്, ഫുഡ് മൈക്രോബയോളജിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഈ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സാം എഴുതണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച് തീർത്തോളണം. അല്ലാതെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ കാണുന്ന കൂട്ട് 90 days പ്ലാൻ അല്ലെങ്കിൽ 60 days പ്ലാൻ അതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റും. പക്ഷെ പഠിച്ച് തീർക്കാനേ പറ്റുള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പഠിക്കുക കേട്ടോ. സൈപ്രോയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക.